സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് ആന്റി ക്യാൻസർ ഡ്രഗ്സ് പദ്ധതി വഴി 2 കോടിയിലധികം രൂപയുടെ മരുന്നുകൾ വിതരണം ചെയ്തതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഷീജയുണ്ട് വിശദാംശങ്ങളുമായി. ഷീജ, വിശദാംശങ്ങൾ, കണക്കുകൾ സമഗ്രമായി. പ്രതിഷേധാനം ചരിത്ര മുന്നേറ്റം നടത്തിയാണ് കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് ആന്റി ക്യാൻസർ ഡ്രഗ്സ് പദ്ധതി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം കേവലം 3.5 മാസം കൊണ്ട് 2.5 കോടിയിലധികം രൂപയുടെ ക്യാൻസർ മരുന്നുകളാണ് ഈ രീതിയിൽ വിതരണം ചെയ്തിരിക്കുന്നത്. ഇത് സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ആരോഗ്യ വകുപ്പ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. ഇതിലൂടെയാണ് കേവലം 3 മാസം കൊണ്ട് 2.01 കോടി രൂപയുടെ മരുന്നുകൾ വിറ്റു എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി അറിയിക്കുന്നത്. ഇതിൽ തന്നെ 1.34 കോടി രൂപ കുറച്ചാണ് കാരുണ്യ സ്പർശം കൗണ്ടറുകൾ വഴി ഇത്തരത്തിൽ ക്യാൻസർ മരുന്നുകൾ വിതരണം ചെയ്തിരിക്കുന്നത്. തികച്ചും ലാഭരഹിതമായാണ് മരുന്നുകൾ ഈ പദ്ധതിയിലൂടെ നൽകുന്നത്. നിലവിൽ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കാരുണ്യ ഫാർമസികളിലെ ഈ ഒരു പ്രത്യേക കൗണ്ടർ ഇതിനു വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. ആ രീതിയിലാണ് മരുന്നുകൾ നൽകുന്നത്. വില കൂടിയ ക്യാൻസർ മരുന്നുകൾ ജനങ്ങൾക്ക് പരമാവധി വില കുറച്ച് ലഭ്യമാക്കുക, ഇത് ആണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ലക്ഷ്യം എന്ന് പറയുന്നത് അത് വലിയ രീതിയിൽ തന്നെ വിജയം കാണുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 40,000 രൂപ വില വരുന്ന മരുന്നുകൾ പോലും കേവലം 6,000 രൂപ മാത്രം ഈടാക്കിയാണ് ഈ കൗണ്ടർ വഴി വിൽപ്പന നടത്തുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട 14 കാരുണ്യ ഫാർമസികളിലൂടെയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കി വന്നത്. ഇനിയിപ്പോൾ കൂടുതൽ കൗണ്ടറുകൾ സ്ഥാപിക്കാനാണ് ആരോഗ്യവകുപ്പ് ആലോചിക്കുന്നത്. തീർച്ചയായും ഷീജ, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത. 3 മാസം കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഉൾപ്പെടുത്തി സീറോ പ്രോഫിറ്റ് തലത്തിൽ, അതായത് ഒരു ലാഭവും ഇല്ലാതെയാണ് 2 കോടിയിലധികം രൂപയുടെ മരുന്നുകൾ ക്യാൻസർ രോഗികൾക്കായി വിതരണം ചെയ്യാൻ കഴിഞ്ഞത്. വളരെ വലിയ നേട്ടം തന്നെയാണിത്. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.